ഒരു കർഷകനെയാണ് നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതായ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് ബിജു. ബിജു. ഇവിടെ ഇത് സ്ഥലം പാട്ടത്തിനം എസംപുരമാണ്. ഇവിടെ ഇപ്പോഴ് നമ്മുടെ റെല്ലേടി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. എത്ര തൈകളുണ്ട് ഇവിടെ? 40 തൈകൾ. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരാൻ? കൃഷി നേരത്തെ പരിപാടി ബിസിനസ് നടത്തിയപ്പോൾ കൃഷിയിലോട്ട് ഇറങ്ങി പൂർണ്ണ സമയമായിട്ട്. എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ റെല്ലേടി വിപണി എങ്ങനെയുണ്ട്? റെല്ലേടി വിപണി വരുമ്പോൾ നമ്മളിപ്പോൾ സാധനം എല്ലാം എക്കോ വിപണി ഒരു കടയിലാണ് കൊടുക്കുന്നത്. അതിന്റെ സുഹൃത്താണ്. ഉള്ള സാധനങ്ങൾ മൊത്തം പച്ചക്കറിയും ദിവസം 3 എത്തിക്കും. റെല്ലേടി കൃഷിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. റെല്ലേടി വളരെ ലാഭകരമായ ബിസിനസ്സാണ്, കൃഷിയാണ്. നല്ല രീതിയിൽ പരിചരിച്ചാൽ നല്ല ആദായം ഒരു മുട്ടിൽ നിന്ന് തന്നെ കിട്ടും. ഒരു കായ എത്ര കിലോ? ഒരു ആവറേജ് 1 കിലോ കിട്ടും. 1 കിലോ. 1 കിലോയ്ക്ക് ഇപ്പോൾ വിപണിയിൽ എന്താ? 40 രൂപ വിലയുണ്ട്. ഈ റെല്ലേടി കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ആദായകരമായൊരു നല്ല ആദായ കൃഷി തന്നെയാണ് അല്ലേ? ഇതിനോടൊപ്പം എന്തൊക്കെ? ഇതിനിടയ്ക്ക് റെല്ലേടിക്ക് ഇടയ്ക്ക് വഴുതനയുണ്ട്, പിന്നെ കുക്കുംബർ ചെയ്യുന്നുണ്ട്, സ്നോ വൈറ്റ് ചെയ്യുന്നുണ്ട്, വെള്ളരി ഉണ്ട്, പയറുണ്ട്, കോവലുണ്ട്. ഇത് സീഡ് തൈയാണോ സീഡാണോ? ഇതിന്റെ എല്ലാം സീഡാണ് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് സീഡാണ്. ഹൈബ്രിഡ് സീഡാണ്. ഏതായി? റെല്ലേടിക്ക് റെല്ലേടി തൈയാണ് ഉപയോഗിക്കുന്നത്. തൈയാണ്. അതിന്റെ കൃഷി രീതി വിശദീകരിക്കും. നമ്മൾ ചെയ്തോട്ട് നല്ല രീതിയിൽ തടവെടുത്തിട്ട് തടത്തിനകത്ത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കോഴിവളവും ഇട്ട് അടഞ്ഞ് ഒരാഴ്ച ഇട്ടതിന് ശേഷം തടം തണുപ്പിച്ചതിന് ശേഷം അതിലാണ് തൈ നടുന്നത്. പിന്നെ മാസത്തിലൊരിക്കൽ അല്പം കമ്പോസും പൊട്ടാഷ്യം യൂറിയ വേണ്ടുന്ന ഐറ്റങ്ങൾ കൊടുക്കും. പിന്നെ കോഴിവളവും ചാണകപ്പൊടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. തൈ നട്ടാൽ എത്ര മാസത്തിനകം? 3 മാസത്തിനകത്ത് കായ്ക്കും. 6-ാം മാസം കാ പറിക്കും. പഴുത്ത് വരാൻ 3 മാസം എടുക്കും. എത്ര കാലം വരെ നിൽക്കും ഇത്? ഇതൊരു 2-2.5 വർഷത്തിൽ 2.5 വർഷത്തേക്ക് ഈൽഡിന് ആണ് ഇത് പറ്റുക. അപ്പൊ ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നതാണോ? എല്ലാ മാസവും വിളവെടുത്തല്ല, ഈ കായിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായ രീതി ഈ 2.5 വർഷവും വരുമാനം എല്ലാ ദിവസവും അത് കിട്ടി? ആഴ്ചയിൽ 1 ദിവസം എന്തായാലും പറിക്കാം. ഈ 2.5 വർഷം അല്ല, അതിന് കാലമില്ല. അപ്പൊ ഇത് കർഷകർക്ക് വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ഇത് കൃഷിയാണ്. കൃഷി പറിക്കാൻ എടുക്കുമോ? കീടങ്ങളുടെ ശല്യം വല്ലതും ഉണ്ടോ ഇതിന്? ഇല്ല, ഒന്നുമില്ല. കൃഷി ഓഫീസിൽ നിന്നുള്ളതായ സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ളതായ സമീപനമാണ് അല്ലേ? റെല്ലേടി അല്ല ഇത്രയാവും അല്ലേ? എത്ര ഉയരത്തിലേ ആവും? പിന്നെ പഠിക്കുന്നത് ഞാൻ അല്ലല്ല, ഇത് പഠിക്കണം. ഇപ്പോൾ ഞാൻ പറയാം, കവർ ചെയ്തോ. അല്ല, ഞാൻ ചെയ്യുന്നതല്ല.